ഗുഡ് മോർണിംഗ് ആലാഫി. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫോക്കസിൽ ഹിഡൻ ആയിട്ടുള്ള ക്ലട്ടേഴ്സ് ഉണ്ട്. വെൻ വി ഡു ഫോക്കസ് ദർ ആർ സോ മെനി ഹിഡൻ ക്ലട്ടേഴ്സ്. മറഞ്ഞു കിടക്കുന്ന ഒരുപാട് കുഴികളുണ്ട് ഫോക്കസിൽ. ഇത് ഓരോരുത്തരുടെയും കുഴികൾ അവനവന് തന്നെ തിരിച്ചറിയാൻ ഒരുപാട് സമയമെടുക്കും. ഞാൻ ഇങ്ങനെ ഒരു കുഴിയിൽ പെട്ടിട്ടുണ്ടല്ലോ. അത്ര വീക്കാണ് ഹ്യൂമൻ ബീങ് വളരെ വീക്കായതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ മാറും. ഞാനൊരു ചെറിയ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ പറഞ്ഞു. അത് എന്താണ് ഹിഡൻ ക്ലട്ടർ എന്ന് കാണിച്ചു തരാം. നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്ന ഒരു സിനാരിയോ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നതായിരിക്കാം. ഒരു വഴിക്കൂടെ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ എന്ത് വിചാരിക്കും? ഈ സ്റ്റൈല് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആളുകൾ എന്തെങ്കിലും കമൻറ്റ് പറയും. ഇങ്ങനെ നടന്നാൽ ആളുകൾ വേറെ എന്തെങ്കിലും വിചാരിക്കും. ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് നമ്മളുടെ തോട്ട്സ് നമ്മളറിയാതെ നമ്മളുടെ മനസ്സ് ഉടക്കി നിൽക്കും. അപ്പം നമ്മൾ നടക്കുന്ന രീതി മാറ്റും, നമ്മളുടെ ഡ്രസ്സിങ് രീതി മാറ്റും. ആർക്ക് വേണ്ടിയാണെന്നറിയോ? ആളുകൾക്ക് വേണ്ടി. അപ്പം ആളുകൾക്ക് വേണ്ടി നമ്മൾ നടക്കുന്ന രീതി മാറ്റും, ആളുകൾക്ക് വേണ്ടി നമ്മളുടെ ഡ്രസ്സിങ്ങിൻ്റെ രീതി മാറ്റും, ഡ്രസ്സിങ് പാറ്റേൺ മാറ്റും, ആളുകൾക്ക് വേണ്ടി നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി മാറ്റും, ആളുകൾക്ക് വേണ്ടി നമ്മളുടെ പല രീതികളും പല പാറ്റേൺ ഓഫ് ലിവിങ്ങിലെ പലതും മാറ്റം വരുത്തും നമ്മൾ. അപ്പം ഞാൻ സോഷ്യലി നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ, അത് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാം, ഓരോ ആളുകൾ ഓരോ രീതിയിലാണ്. എന്നിട്ട് ഇവർ വീട്ടിലെത്തുമ്പോൾ ഇവർ ഒറ്റക്കാകുമ്പോൾ ഇവർ വേറൊരു രീതിയിലേക്കും. ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ വേറെ ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ വേഷം കിട്ടുകയോ രീതി മാറ്റുകയോ സ്റ്റൈല് മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു 200 മീറ്റർ നടന്നു പോവാൻ 400 മീറ്റർ നടന്നു പോവാൻ എത്ര ആളുകൾ നമ്മൾ കവർ ചെയ്യാനുണ്ടോ അത്ര ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. ഈ സമയത്ത് ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, ആളുകൾ എന്തെങ്കിലും കമൻറ്റ് പറയുകയോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊരു ക്ലട്ടറാണ്. ആക്ച്വലി ഇതൊരു കുഴിയാണ്. ഇറ്റ്സ് എ ഹിഡൻ ക്ലട്ടർ. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആളുകളുടെ ഒബ്സർവേഷൻ നമ്മളുടെ മുകളിൽ എങ്ങനെ ഉണ്ടാവും എന്നതിനെ ഫോക്കസ് ചെയ്യുന്ന നമ്മളറിയാത്ത ഹിഡൻ ക്ലട്ടറുകൾ. കാരണം സൊസൈറ്റിയും അല്ലെങ്കിൽ സോഷ്യലി ഹ്യൂമൻ ബീയിങ്ങും ലിവ് ചെയ്യുന്നത് ഇതേ ഒരു സിനാരിയോയിലായതുകൊണ്ട് നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങും. എന്നിട്ട് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടില്ല, നല്ല രൂപത്തിൽ നമ്മൾ ചെയ്തിട്ട് നമ്മളോട് നല്ല രൂപത്തിൽ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വളരെയധികം മൂഡ് ഔട്ട് ആകുമ്പോഴൊക്കെ കാണാൻ പറ്റും. അങ്ങനെ മൂഡ് ഔട്ട് ആവുന്നതൊക്കെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇത് ഹിഡൻ ക്ലട്ടറും ഒരു പക്ഷേ 1 2 3 4 ദിവസമൊക്കെ നമ്മളുടെ മേജർ ഫോക്കസിനെ ഇത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹിഡൻ ക്ലട്ടർ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഫോക്കസിലെ ഹിഡൻ ക്ലട്ടേഴ്സ് നമ്മളിൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു വർക്ക് നമ്മൾ അതിന് ചെയ്യണം. ഏത് ഹിഡൻ ക്ലട്ടർ വഴിയാണ് നമ്മളറിയാതെ നമ്മുടെ ഫോക്കസ് തെറ്റിപ്പോകുന്നത്? നമ്മുടെ മേജർ ഫോക്കസ് നമ്മൾ ഡൈവേർട്ടായി പോകുന്നുണ്ട്, ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. അത്രയും സമയം നമ്മൾ ഫോക്കസിലാവില്ല. അത്ര സമയം നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് ഈ ഈ സോഷ്യൽ മാനിയ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയോടുള്ള ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള, എന്നാൽ ഈ സൊസൈറ്റി ഇതൊന്നും ശ്രദ്ധിക്കില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു മറുവശം വിരോധാഭാസം എന്താണ്? സൊസൈറ്റിക്ക് ഇതൊന്നും നോക്കാനും നേരെയില്ല, അവർക്കൊന്നും ഇതൊന്നും കാണാനും സമയമില്ല, അവർക്കൊന്നും ഇതിനോട് കമൻ്റ് അടിക്കാനും ഒട്ടും താല്പര്യമില്ല. അങ്ങനെ നമ്മൾ അറിയാതെ ഇതിൽ വീണു പോവുകയും 24 അവറിൻ്റെ അകത്തുള്ള മേജർ ഫോക്കസിങ് അവർ, ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ഫോക്കസിങ് അവർ ഏതാണ്? മേജർ ഫോക്കസിങ് അവർ എന്ന് പറയുന്നത് ലൈവ്ലി ആയി നിൽക്കുന്ന, ആക്റ്റീവായി നിൽക്കുന്ന, മൈൻഡ് വളരെ എനർജറ്റിക് ആയി നിൽക്കുന്ന അവറാണ് ആക്ച്വലി മേജർ ഫോക്കസിങ് അവർ. ഈ മേജർ ഫോക്കസിങ് ടൈമിനകത്താണ് നമ്മൾ ഈ ഹിഡൻ ക്ലട്ടർ നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇത് എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. മനസ്സിലാവാത്ത ആളുകൾ ദയവ് ചെയ്ത് ആരോടും ഇത് പറഞ്ഞു കൊടുക്കാതെ രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ ഈ വീഡിയോ ഇരുന്ന് ഇയർഫോൺ വെച്ചിട്ട്
ആരോടും സംസാരിക്കാതെ കണ്ണടച്ചിരുന്ന് കേൾക്കുക. അപ്പോഴാണ് ഇത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അങ്ങനെ 2, 3, 4 തവണ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ വിഷയത്തിലേക്ക് കടക്കേണ്ടതുള്ളൂ. കാരണം അവനവൻ്റെ ഹിഡൻ ക്ലട്ടർ, ഫോക്കസിനെ എടുത്തു കളയുന്ന ഹിഡൻ ക്ലട്ടറുകൾ ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചില ആളുകൾ വണ്ടിക്ക് പെയിന്റ് അടിക്കും. എന്നിട്ട് ഈ പെയിന്റ് അടിച്ച പുതിയ പെയിന്റ് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് റോട്ടിലൂടെ അങ്ങനെ ഒരുപാട് സമയം ഓടിച്ചെടുക്കും. പക്ഷെ ഇവരുടെ ഫോക്കസ് എന്താണെന്നറിയോ? ആളുകൾ ഈ കളർ നോക്കണം, ഇതിലേക്ക് ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. മുടി വേറെ രൂപത്തിൽ വെട്ടുന്ന ആണുങ്ങൾ കാണാം, താടി വേറെ രൂപത്തിൽ ഷേപ്പ് ചെയ്യുന്ന ആണുങ്ങളെ കാണാം. എന്നിട്ട് അവർ സൊസൈറ്റിയിൽ വന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയും, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അതിനെ ഏറ്റവും മേജർ സമയം ഒരു 8 മണിക്കൂർ അവർ പുറത്ത് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ അത്രയും സമയം ആളുകൾ ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു എന്നതിനെക്കുറിച്ച് ഓരോ ആളുകളുടെ മുഖത്തേക്കും നോക്കി ഓരോരുത്തരുടെയും കമൻറ്റ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ അങ്ങോട്ട് പോകും. ആ പോകുന്നത് ഹിഡൻ ക്ലട്ടറാണ്. ഇത് ഒരു ഹിഡൻ ക്ലട്ടർ മാത്രമാണ്, ഒരുപാട് തരത്തിലുള്ള ഹിഡൻ ക്ലട്ടേഴ്സ് ഓരോ ആളുകൾക്കും ഉണ്ടാവും. ഈ ഹിഡൻ ക്ലട്ടറിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തിടത്തോളം കാലം നമ്മളുടെ ഫോക്കസ് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം അന്നത്തെ ലൈവ് ആക്റ്റീവ് ടൈം വൈകുന്നേരം 7 മണിക്ക് ടിക്ക് പോകുന്ന പെണ്ണോ ആണോ ആണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ അന്നത്തെ മേജർ ഫോക്കസ് എന്നൊക്കെ നമ്മൾ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ മേജർ ഫോക്കസ് എന്ന് ലൈവ്ലി അവർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ജീവിതത്തിൽ പിന്നെ പ്രധാനമായിട്ടുള്ള ലൈവ്ലി അവർ എവിടെ പിന്നെ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഉറങ്ങുമ്പോഴാണോ? ഉറങ്ങുമ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഹിഡൻ ക്ലട്ടറാണ് ഈ ഫോക്കസിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഫോക്കസ്. അപ്പോൾ നമ്മളത് അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് അത്ര സീരിയസ് ആയിട്ട് ഹിഡൻ എന്ന് പറയാൻ കാരണം. കാരണം നമ്മളത് കാണില്ല, നമ്മളത് ഓർക്കില്ല, നമ്മളത് ശ്രദ്ധിക്കില്ല, നമ്മളത് മനസ്സിലാക്കില്ല, നമുക്കത് തിരിച്ചറിയാനും പറ്റില്ല. അങ്ങനെ അതിന് ആ ഒരു ചാലഞ്ച് നമുക്കുള്ളത് കൊണ്ട് നമുക്കത് വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് മാറും. സോ റിപ്പീറ്റഡ് ആയിട്ട് ഈ വീഡിയോ കേൾക്കാൻ പറ്റിയ ആളുകൾ യൂട്യൂബിൽ ഇരുന്ന് കേട്ടതിന് ശേഷം ഇത് പഠിക്കുക. കാരണം ഇത് ഫോക്കസിൽ ഏറ്റവും അധികം ആളുകൾ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഹിഡൻ ക്ലട്ടറാണ്, ഒരു ഡിസ്ട്രാക്ഷനാണ് ആക്ച്വലി ഫോക്കസിനെ ഇത് വല്ലാതെ അപകടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പുതിയ രീതിയിലേക്കുള്ള ഒരു വസ്ത്രത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ, പുതിയ രൂപത്തിലുള്ള ഒരു ഭംഗിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിലൊക്കെ നമുക്ക് മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ നിൽക്കുന്നു. ആ സമയത്ത് നമ്മളുടെ കംപ്ലീറ്റ് ഫോക്കസ് മേജർ ഫോക്കസിൻ്റെ പുറത്തായിരിക്കും. മേജർ ഫോക്കസ് എന്താണോ അത്. ഞാൻ നേരത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിനകത്ത് എൻ്റെ ഓഫീസിൻ്റെ ഇൻ ഹൗസ് വളരെ കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് വളരെ ചാലഞ്ചിങ് ആകും. കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പുറത്തുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ഓവർ കോഷ്യസ് ആയി, വളരെ ഹൈജീനും വളരെ നീറ്റ്നെസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ മേജർ ഫോക്കസ് എന്ന് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് മൈന്യൂട്ട് കാര്യങ്ങൾ എൻ്റെ മേജർ ഫോക്കസിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ സയൻറ്റിസ്റ്റുകളുടെയൊക്കെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയി. ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ചില സയൻറ്റിസ്റ്റുകളുണ്ട്, അവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊരുപാട് അവരുടെ റൂമൊക്കെ മാറാല പിടിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെയൊന്നും, ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേജർ ഫോക്കസ് ഒരു ഫൈൻഡിങ് ആണ്. വേറെ ഒന്നും അവരറിയില്ല. അതിനകത്ത് മാറാലയുണ്ടോ, അതിനകത്ത് എട്ടുകാലി വന്നോ, അതിനകത്ത് കോക്രോച്ച് വന്നോ, എലി ജീവിക്കുന്നുണ്ടോ എന്നൊന്നും അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. അവരുടെ മനസ്സിൽ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും എവിടേക്ക് നോക്കിയാലും അവർ കാണുന്നത് അവർ നാളെ കണ്ടെത്താൻ പോകുന്ന ഏറ്റവും മനോഹരമായ പുതിയ ഒരു ഓട്ടോമാറ്റിക് മെഷീനറി സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന സെൻസറിനെ കുറിച്ചോ അതിൻ്റെ റോബോട്ടിക് മൂവ്മെൻറ്റിനെ കുറിച്ചോ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദാറ്റ് ഇസ് എ മേജർ ഫോക്കസ്. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കാൻ ഇത്തരത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ വിട്ടുപോകുന്നതും പലപ്പോഴും അവരുടെ മുടി നീണ്ടു വളർന്നിട്ട് അവർക്കത് ചീക്കി വെക്കാൻ സമയം കിട്ടാതെ പോകുന്നതും. ഉദാഹരണം APJ കലാം. അങ്ങനെ പല ആളുകളും മേജർ ഫോക്കസിനകത്ത് സീരിയസിലേക്ക് വരുന്ന സമയത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹിഡൻ ക്ലട്ടറുകളിൽ നിന്ന് അവർ എക്സിറ്റഡ് ആവുന്നതാണ്. ഈ ഹിഡൻ ക്ലട്ടറിൽ നിന്ന് എക്സിറ്റഡ് ആവുന്ന ഒരുപാട് ചരിത്രത്തിലുള്ള ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ അവർ എഴുതുകയും അവർ ചിന്തിക്കുകയും അവർ പഠിക്കുകയും ചെയ്ത പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നതിനിടയ്ക്ക് കല്യാണം കഴിക്കുന്ന സമയം പോലും വൈകിയതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പറയാൻ കാരണം ഡോക്ടർ APJ കലാമൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്, ലോകം അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. ഫോക്കസ് ഹെവിനെസ്, ഹിഡൻ ക്ലട്ടറുകളെ
ത്രെഡ് ഒരിക്കലും ഏൽക്കാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഡ്രസ്സ് വാങ്ങാനോ, പുതിയൊരു കൂട്ട് ഡ്രസ്സ് വാങ്ങാനോ, പുതിയൊരു കളർ ഡ്രസ്സ് വാങ്ങിയിട്ട് ആളുകൾ അതെങ്ങനെ പറയുമെന്ന് നോക്കാനോ, പുതിയ കുറേ പാൻറ്റുകളും ഷർട്ടുകളും വാങ്ങാനോ, പുതിയ കുറേ ഷൂ വാങ്ങാനോ ഒന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഹിഡൻ ക്ലട്ടറുകൾ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ അസറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടപ്പോഴോ, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴോ വളരെ കുറഞ്ഞ നമ്പേഴ്സ് ഓഫ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൂടുതലും അദ്ദേഹത്തിൻ്റെ മേജർ ഫോക്കസിൻ്റെ ലേണിംഗ് അബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതിൻ്റെ കണ്ടിന്യൂസ് ലേണിംഗ് ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായ പുസ്തകങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ശേഖരമായിട്ട് കണക്കാക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചു നോക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദർ ആർ സോ മെനി ഹിഡൻ ക്ലട്ടേഴ്സ് ഫോർ ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ ഒത്തിരി ഹിഡൻ ക്ലട്ടേഴ്സ് ഉണ്ട്. ആ ഹിഡൻ ക്ലട്ടറിൽ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അത് റിയലൈസ് ചെയ്യണം. പേപ്പറും പേന എടുത്തിട്ട് ഇരിക്കണം. കാരണം നമ്മുടെ ഇമോഷൻ നമ്മളറിയാതെ ആരൊക്കെയോ ഏറ്റെടുത്ത് കൊണ്ടുപോയി വലിച്ച് കൊണ്ടിരിക്കുകയാണ് ഓരോ സൈഡിൽ നിന്ന്. അതിൽ നിന്നൊക്കെ പുറത്ത് കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഹിഡൻ ക്ലട്ടറുകൾ മേജർ ഫോക്കസിലേക്ക് നമ്മളെ കൊണ്ടുപോവില്ല. 25 എത്തിയ ജനുവരി ആയി 2025. ഇയർ ഓഫ് ഫോക്കസിൽ നമ്മൾ 25 ദിവസം സംസാരിച്ചു. നാളെ റിപ്പബ്ലിക് ദിന പ്രോഗ്രാമാണ് രാത്രി 8:30 ഇന്ത്യൻ ടൈം. സോ അതിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഹിഡൻ ക്ലട്ടറുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മളാവാൻ വേണ്ടിയിട്ട് ഹിഡൻ ക്ലട്ടറിൽ നിന്ന് എക്സ്റ്റ് അടിക്കാതെ നമ്മളാവില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് അത് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ നമ്മൾ രക്ഷപ്പെട്ടേക്കും എന്നുള്ളത് ഫോക്കസിൻ്റെ ഒരു വാൽക്കഷണമായി ഞാൻ ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എവർക്കും ശ്രവിച്ചതിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ and God bless. Thank you so much and love you all. Morning, sir. Morning. Thank you, sir. Thank you. Thank you, Rahman sir. ഏതായാലും ഇന്ന് സാറ് പറഞ്ഞ ഈ ഫോക്കസിലെ ഹിഡൻ ചതിക്കുഴികൾ വളരെ രസകരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ വഴിയിൽ കൂടി പോകാൻ ആളുകൾ എന്ത് പറയും, ഈ ഡ്രസ്സ് ഇട്ടാൽ എന്ത് പറയും, സംസാരം മാറ്റും, നടത്തം മാറ്റും. ഇതൊക്കെ ആർക്കൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മൾ ആ ഫോക്കസിൽ പെടും, അറിയാതെ പെടും. ഇത്തരം ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാറുമില്ല. അപ്പൊ ഇത് നല്ല ഒരു ഇതായിട്ട് തോന്നി. ഇപ്പൊ ഞാനും അങ്ങനെയാണോ ചെയ്യണതെന്നും കൂടി എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ വരയ്ക്കാറുണ്ട്, അത് മറ്റുള്ളവർ കാണിക്കാറുണ്ട്, അഭിപ്രായം പറയാൻ അത് കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാനും പെട്ടുപോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഈ വാചകം കേൾക്കുമ്പോൾ. സന്തോഷം. എന്തായാലും നല്ലൊരു ഒരു ലെസൺ തന്നെയായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഓക്കെ സർ. Thank you so much, Rahman sir. Thank you so much.